ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ള പോലെ തന്നെയാണ് എൻ്റെ വീട്ടിലും, പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ബട്ട് എന്നേക്കാളും നന്നായി ചെയ്യണവരുണ്ടാവും, നന്നായി നീറ്റാക്കണവരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ പോലെ ആവില്ല, എല്ലാവർക്കും അവരുടേതായ രീതികളുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് മക്കൾക്ക് മിഡ് ടേം എക്സാം തുടങ്ങണ കാരണം തന്നെ അവരെ പഠിപ്പിക്കാനിരിക്കലായിരുന്നു കേട്ടോ. പിന്നെ അത് കാരണം കൊണ്ട് സിങ്കിലെ പാത്രങ്ങളൊന്നും ഞാൻ കഴുകിയില്ല. എൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അവരെ അടുത്ത് പഠിപ്പിക്കാതിരിക്കുമ്പോൾ തന്നെ കുറച്ച് നേരം അധികം വേണമല്ലോ. അതിൻ്റെ ഇടയിൽ ഞാൻ ചട്നിക്ക് അരയ്ക്കുന്നുണ്ട്. പിന്നെ മാവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മോന് എന്താ പറയുക, ട്യൂഷൻ ഉണ്ടായിരുന്നു. ഇവൻ ഇത്തിരി സ്ലോ ആണ് പഠനകാര്യത്തിൽ. പിന്നെ സ്പെല്ലിങ്ങൊക്കെ ഓർമ്മ കിട്ടാൻ ഇത്തിരി പാടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അറിഞ്ഞൂടെ എത്ര ബുദ്ധിമുട്ടുണ്ടാവും. സ്പെല്ലിങ്സൊക്കെ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ട ആൾക്കാരെ പഠിപ്പിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ എത്ര നേരം അവരുടെ അടുത്ത് സ്പെൻഡ് ചെയ്യണമെന്ന്. അപ്പം അത് കഴിഞ്ഞിട്ട് ട്യൂഷന് വിടണമായിരുന്നു കേട്ടോ. അപ്പോൾ ട്യൂഷന് വിട്ടു. അവിടെ പോയിട്ട് പ്രത്യേകിച്ചൊന്നും ആൾ ചെയ്യില്ല, കുറേ നേരം ഇരുന്ന് എഴുതും, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയെങ്കിലും ആളുടെ എഴുത്തെങ്കിലും ഒന്ന് റെഡി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പച്ചന് ഞാൻ കഞ്ഞിയൊക്കെ വീഴ്ത്തി വെച്ചു കേട്ടോ. അപ്പോൾ അപ്പച്ചൻ കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ മൂത്തം ട്യൂഷനും പോയി, ഇവൻ വേറെ ട്യൂഷനും അവൻ വേറെ ട്യൂഷനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിൽ പറമ്പിൽ കുറച്ച് പണിക്ക് 3 ചേച്ചിമാരും ഒരു ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഭക്ഷണത്തിനായിട്ട് ഞാൻ ഇഡ്ഡലിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. താഴെയുള്ളവൾ ഭയങ്കര കുറുമ്പാണ്, അവൾ നേരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിലാണ് ഈ ഇഡ്ഡലിയും ചട്നിയൊക്കെ അരച്ച് വെക്കണേ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ പോയി കഴിഞ്ഞ വഴിക്ക് ചട്നി ഉണ്ടാക്കി, പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കി, കട്ടൻ ചായ ഉണ്ടാക്കി കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് ഏത് വർക്കിന് വന്ന ആൾക്കാരും പണിക്ക് വന്ന ആൾക്കാരും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം എന്നാണ് കേട്ടോ ആഗ്രഹം. അപ്പോൾ അത് കറക്റ്റ് ടൈമിന് തന്നെ കൊടുക്കുക. അവരുടെ വയറ് പൊരിഞ്ഞിട്ട് അവരെ കൊണ്ട് ഒന്നും ചെയ്യിക്കാൻ ഇഷ്ടമില്ല കേട്ടോ. കാരണം ഇവിടെ അമ്മയ്ക്കായാലും അപ്പച്ചനായാലും അവരെ വയറ് പൊരിഞ്ഞിട്ട് ഒരിക്കലും അവരെ കൊണ്ട് പണിയിപ്പിക്കരുത്. അവർക്ക് നമ്മളെ കൊണ്ട് നേരത്തിന് അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. പണ്ട് കാലത്തൊക്കെ അങ്ങനെ വർക്കിന് പോണവരൊക്കെ ആ വീട്ടിൽ നിന്നുള്ള ഫുഡാണ് കഴിക്കുക. അപ്പോൾ അവർക്ക് നല്ല പോലെ ഭക്ഷണം കൊടുക്കുന്ന പറയാം കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്ക് അതാ കിട്ടാനുള്ളൂ. ഒരിക്കലും വയറ് പൊരിയിച്ച് അവർക്ക് ഒന്നും ചെയ്യരുതെന്ന് പറയും കേട്ടോ ഇവിടുത്തെ അപ്പച്ചനും അമ്മയൊക്കെ. അപ്പോൾ അത് ഞാനും ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെ ഫുഡൊക്കെ കഴിഞ്ഞ് അവർ പറമ്പിലേക്ക് വന്നു, അവർ വർക്ക് ചെയ്തു തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഞാൻ അവിടെ കിടക്കണ ആ തേക്ക് മരം കണ്ടില്ലേ, ആ തേക്ക് മരത്തിനെ കുറിച്ച് ചോദിക്കുക. അവിടെ ഒരു തേക്ക് മരത്തിൻ്റെ തൈ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ തൈ അവിടെ നിർത്തണോ ചേച്ചിയെ, അത് വല്ല ഉപകാരം ഉണ്ടാവുമോ, വളരുമോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഒരു ചേച്ചി പറഞ്ഞു ഞങ്ങൾക്ക് തേക്ക് വെക്കണോണ്ട് ഇഷ്ടമില്ല, നമ്മളത് വലുതായി മുറിക്കാൻ കൊടുക്കുമ്പോൾ അതിന് വില കാണില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഈ തേക്കിന് വിലയൊക്കെ കിട്ടിയോ എന്ന് ചോദിച്ചു. വില 50,000 താഴെ ഇങ്ങടെ കിട്ടിയേ, 50,000 അത്ര തന്നെ കിട്ടിയേ. അപ്പോൾ പറഞ്ഞു ഇത്ര വലിയ തേക്കിന് അത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചു കേട്ടോ അവർ. അത് പറഞ്ഞു അത്രയേ കിട്ടാറുള്ളൂ, അവർക്ക് മുറിക്കാനുള്ള ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചക്ക കണ്ടില്ലേ, ചക്കൊക്കെ മഴക്കാലമായ കാരണം തന്നെ അതൊക്കെ ചീഞ്ഞ് പോയി തുടങ്ങിയിട്ടാണ്. പിന്നെ മൂക്കണത് മഴക്കാലത്തായ കാരണം നല്ലപോലെ വെള്ളം കയറണതുകൊണ്ട് അത് യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ ജാതിക്കായ ഉണ്ടായിരുന്നു, അപ്പച്ചൻ നിലത്ത് വീണ ജാതിക്കായാണ് കേട്ടോ പിറക്കുക. അപ്പോൾ ഞാൻ അതുമ്പോൾ ഒരെണ്ണം ഇങ്ങനെ പൊട്ടി നിൽക്കണ കണ്ടപ്പോൾ അത് പൊട്ടിച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല കറുത്ത ജാതിക്കുരുമ ഇങ്ങനെ പൂ പൊതിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗി. അപ്പോൾ ഞാൻ പൊട്ടിച്ചു. പിന്നെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഇപ്പം 2-3 ദിവസം മുമ്പാട് ഞാൻ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ജാതിക്കായുടെ ആ തൊണ്ട് കഴിക്കാറുണ്ടായിരുന്നു. ആദ്യം ഞാൻ കഴിക്കാറുണ്ടായിരുന്നില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ കുഴപ്പമില്ല, എന്നാലും 2 പ്രാവശ്യമൊക്കെ കഴിച്ചപ്പോൾ എനിക്കത് നല്ല ഇഷ്ടമായി വന്നു തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ കോഴി കൂവുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് അവരോട് അവരൊന്ന് നോക്കി പിന്നെ വീടിൻ്റെ മുന്നിലേക്ക് നടന്നു കേട്ടോ. ഈ ജാതിക്കായ അവിടെ കൊണ്ട് വെയിലത്ത് വെക്കാനായിട്ട്. ഈ മാവുമ്പോൾ ഞങ്ങൾ 10 തരം മാങ്ങ ഉണ്ടാവുന്നത് ബഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പച്ചൻ അവിടെ ടൈലുമേ ജാതി പറക്കി കൊണ്ടുവന്നത് വെള്ളമായ കാരണം ഒന്ന് ഉണങ്ങിയിട്ട് അതിൻ്റെ പൂവൊക്കെ വിടർത്താന്ന് വെച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ടുണ്ടായിരുന്നു.
ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റിലായിരുന്നു ആളത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കൊമ്പ് വെച്ചിട്ട്, ഒരു വടിയുടെ കൊമ്പ് വെച്ചിട്ട് അതുമ്മ തട വെച്ചിട്ടായിരുന്നു അത് വെച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ താഴെയുള്ള മോള് കാന്താരി ഭയങ്കര മിടുക്കത്തി ആയിട്ടുണ്ട്. അവളത് ഒരു വലിയെടുത്തു, അത് ഒക്കെ നിലത്തേക്ക് പോയിട്ടാണ്. ചേട്ടൻ വന്നിട്ട് ചീത്ത പറയലും എടുക്കലേന്ന് പറഞ്ഞു. അവനൊന്ന് പറയുമ്പോഴേക്കും അവൻ്റെ കൈ പൊന്തി. അതാണ് അവിടെ കിടന്നത്. അത്ര വേദന എടുത്തിട്ടില്ല ആൾക്ക്, എന്നാലും അവൻ അടിക്കാൻ കൈ ഓങ്ങിയിട്ടാണ്. അപ്പോൾ അവന് പെട്ടെന്ന് ദേഷ്യം കയറും ഒരു കാര്യം പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ. ബട്ട് അവൾക്ക് 2 വയസ്സായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മെയിലേക്ക് അപ്പോൾ അവനോടൊക്കെ പറയുന്നുണ്ട്, നീ ഇന്ന് കം ഡൗൺ ആവുമെന്നൊക്കെ. അപ്പോൾ അവൻ ശരി എന്ന് പറഞ്ഞു. പിന്നെ തെങ്ങിൻ്റെ കടയൊക്കെ ചേച്ചിമാർ തുറന്നുണ്ട്. ഇവിടെ ഒരു ചെമ്പകത്തിൻ്റെ മരം ഉണ്ടായിരുന്നു, ആ വെട്ടി ഞങ്ങളേട്ടാ. ചെമ്പകം വീടിന് മുകളിൽ ആയിക്കഴിഞ്ഞാൽ നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് അത് വെട്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ ടൈം വരെയുള്ള വിശേഷം കണ്ട്. ഇവരുടെ തല്ലൂട്ടം കണ്ടില്ലേ, ഇവരെ തല്ലൂട്ടം നോക്കണം. 3 പേരെ വീട്ടിലൊരു ദിവസം ഉണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഒരു ചെറിയ കാര്യത്തിന് വരെ അവർക്ക് അഗ്രസീവ്. പിന്നെ അവരെ നേരം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കണം. അത് ചെറുതാണോ വലുതാണോ എന്നൊന്നുമില്ല, എല്ലാവരും ഒരേ മാതിരി ഇവർക്ക്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ. അപ്പോൾ ബൈ, സീ യു. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. അപ്പോൾ ബൈ, സീ യു.